ഹലോ, ചങ്ങാതിക്കൂട്ടം ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. പനി പിടിച്ചു, തൊണ്ടവേദന, ജലദോഷമൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മാറി പതിവ് പോലെ എന്നും ചെയ്യണ ജോലികളൊക്കെ തന്നെയാണ്. അപ്പോൾ രാവിലെ കലക്കി ദോശ ഉണ്ടാക്കാനായിട്ട് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. മിക്സിയിൽ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. കുറച്ച് നാളികേരം ചിരവിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. എന്നിട്ട് ദോശ ഇട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ മിക്സിയിലൊന്ന് അടിച്ചെടുത്തതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് ഈ ദോശയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ മിക്സിയിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കൂട്ടി കഴിക്കാനായിട്ട് ചമ്മന്തിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ചട്നി ഉണ്ട് കേട്ടോ. അപ്പോൾ സവോളയും തക്കാളിയും വറ്റൽമുളകൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചമ്മന്തിയും കൂടി അരയ്ക്കുന്നുണ്ട്. ചട്നിയും കൂടി അരച്ചെടുക്കണം. പിന്നെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ദോശ ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ പാനൊന്ന് ചൂടായപ്പോൾ മാവൊന്ന് കോരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പാനൊന്ന് ചിറ്റിച്ചാൽ മതി കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓട്ടദോശയാണ് കേട്ടോ. അപ്പോൾ ഒക്കെ ഒന്ന് ചിറ്റിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് മൂത്ത് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇന്ന് ട്യൂഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് 8 മണിക്കാണ് അവർക്ക് ട്യൂഷൻ. അപ്പോൾ അവർ പോകാനായിട്ട് കുളിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കിച്ചുമോനും കണ്ണമോനൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ കിച്ചുമോൻ കഴിക്കുകയാണ് കേട്ടോ. അവന് പിന്നെ ചമ്മന്തിയാണ് ഇഷ്ടം. അപ്പോൾ അവനായിട്ടാണ് കേട്ടോ ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത്. കണ്ണന് ചട്നി ആയാലും അവൻ കഴിച്ചോളൂ കേട്ടോ. അതിനുശേഷം കുട്ടികളൊക്കെ പോയി. പിന്നെ ഏട്ടൻ ചായ കുടിക്കാനായിട്ട് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ കഴിക്കട്ടെ. ഏട്ടൻ ഇത് നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ദിവസം ഇത് ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറയുകയാണേ. ഏട്ടൻ പണിക്ക് പോയതിനു ശേഷം ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ 2 ദോശ എടുത്തിട്ടുണ്ട്, ചമ്മന്തി എടുത്തിട്ടുണ്ട്. ഇത് പൊന്നൂസുണ്ട് കേട്ടോ. പൊന്നൂസിനൊന്നും സ്കൂളൊന്നുമില്ല. അപ്പോൾ അവളുണ്ട്. അപ്പോൾ അവൾക്ക് കഴിക്കാനായിട്ട് നേരത്തെ കൊടുത്തു കേട്ടോ. കുട്ടികൾ ട്യൂഷന് പോയതിനു ശേഷം അവൾക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് കഴിക്കാനായിട്ട് കൊടുത്തു കേട്ടോ. അതിനുശേഷം കേട്ടോ ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്ന ചട്നിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അമ്മ അപ്പുറത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി ദോശ കേട്ടോ. അതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ ഒരു ഗ്ലാസ് കട്ടനും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ചായയൊക്കെ കുടിച്ചു. ഇന്നലെ ഏട്ടൻ മീൻ കൊടുന്നിരുന്നേ. അത് വറ്റമീനാണ് കേട്ടോ. വറ്റമീൻ എന്നാണ് ഇവിടെ പറയുക. അപ്പോൾ അത് മേടിച്ച് കൊടുന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് മീൻ ബിരിയാണി വെക്കണം നാളെയെന്ന് കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ വെക്കണത്. അപ്പോൾ അതിനായിട്ട് സവോളൊക്കെ നന്നാക്കി എടുക്കുകയാണ്. ഞാൻ അങ്ങനെ ബിരിയാണി ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് വെക്കണത്. ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാട്ടോ. എനിക്ക് പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാവുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ വെച്ചപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ സവോളയൊക്കെ നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം മീനൊക്കെ നന്നായിട്ട് വൃത്തിയായി കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ ചെറുനാരങ്ങയുടെ നീരുണ്ടല്ലോ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് മസാല പുരട്ടിയിട്ട് കുറച്ച് നേരം നമ്മളൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഒരു അരമണിക്കൂറൊക്കെ മാറ്റി വെച്ചാൽ മതി മസാലയൊക്കെ പിടിക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് ഇതൊക്കെ ഒന്ന് വറുത്ത് കോരി എടുക്കണം. ഇത് ഞാനൊരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് കേട്ടോ ചെയ്തത്. ഇതിൻ്റെ റെസിപ്പി ഇത് ആദ്യമായിട്ടല്ലേ ചെയ്യണത്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ചിക്കൻ ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ട്, മീൻ ബിരിയാണി ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് മസാലയൊക്കെ ഒന്ന് തിരുമ്മി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കണം. എന്നിട്ട് മസാല ഉണ്ടാക്കണം. അപ്പോൾ അത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പിന്നെ നുറുക്ക് കഷ്ണങ്ങളുണ്ടല്ലോ അത് നമുക്ക് വറുത്ത് കോരിയെടുക്കാനായിട്ട് ഓരോന്നായിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ നല്ല മൂക്കൊന്നും വേണ്ട, പകുതി വേവായാൽ മതി. അത് കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കുറേശ്ശെ ആയിട്ടാണ് ഞാനിതിന് വറുത്ത് കോരിയെടുക്കുന്നത്. അപ്പം ഇതൊക്കെ ഒന്ന് ആവട്ടെ. മീൻ കഷ്ണങ്ങളൊക്കെ വറുത്തെടുത്തതിന് ശേഷം ആ എണ്ണയിൽ തന്നെയാണ് കേട്ടോ സവോളയൊക്കെ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് സവോള ചേർത്ത് കൊടുക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ സവോളയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സവോള നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനൊരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. അത് വട്ടനെയാണ് കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ വേഗം ഉടഞ്ഞ് കിട്ടും. അപ്പോൾ സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ മീൻ മസാലയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി
മുളക് പൊടിയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളിക്ക് ഒന്ന് ഉടഞ്ഞതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, ഗരം മസാലപ്പൊടി കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ ആദ്യമേ നമ്മൾ ഒരു 4-5 പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു, ചതച്ചെടുത്തതില്ലേ. അപ്പോൾ എരിവുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാനൊക്കെ ആണെങ്കിൽ എരിവൊക്കെ ഒന്ന് കുറച്ചെടുക്കാം. അപ്പോൾ ഇവിടെ എരിവ് തീരില്ലാത്തൊരു മുളക് പൊടി കേട്ടോ. അപ്പോൾ ഞാനൊരു 2.5 ടീസ്പൂൺ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ മസാല ഉണ്ടല്ലോ അത് നന്നായിട്ട് പച്ചമണം പോകുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ചേർക്കണം. അപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് കുറുന്നനാവും. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മീനില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വറുത്ത് വെച്ച മീൻ കഷ്ണങ്ങളില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് സ്ലിമ്മിലിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ മസാലയൊക്കെ അതിൽ പിടിക്കാനായിട്ടാണ് കേട്ടോ മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ വറുത്ത് വെച്ചിട്ടുള്ള മീനാണ്. അപ്പോൾ ആ മസാലയിലേക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കും. ഇതിൽ മസാലയൊക്കെ പിടിച്ചതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാല റെഡി ആയിട്ടുണ്ട്. റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഒഴിച്ചു. പട്ട, ഗ്രാമ്പു, ഏലക്കായ, പെരുംജീരകം അതൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മളൊരു 10 മിനിറ്റ് അരി ഒന്ന് വെള്ളത്തിൽ കുതിർക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒന്ന് വാര വെച്ചിട്ട് അരി അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു, ഉപ്പിട്ട് കൊടുത്തു, മല്ലിച്ചപ്പും പുതിനയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഒരു ക്യാരറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനൊന്ന് വേഗം കൊത്തി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിക്കണം കേട്ടോ. അപ്പോൾ അതും ഒന്ന് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതൊന്നും അവിടെ കിടന്നാവട്ടെ. ചീത്ത വെള്ളമൊക്കെ വറ്റി വന്നപ്പോൾ മീൻ വറുത്ത എണ്ണ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പൈനാപ്പിൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്ത് കോരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിച്ചപ്പ്, പുതിനയൊക്കെ ഉണ്ടല്ലോ അതും നുറുക്കി എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ ഞാൻ 2 കഷ്ണം വേറെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അതും കൂടി അതിലേക്ക് വീണു കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മിക്സഡ് ആക്കിയിട്ടില്ല കേട്ടോ. റൈസും മസാല നമ്മൾ മീൻ അങ്ങനെ വെച്ചിരിക്കുകയാണ്. രണ്ടും കൂടി മിക്സാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് വെച്ചു. അപ്പോൾ റൈസും എടുത്തതിന് ശേഷം നമുക്ക് മസാലയും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ആവശ്യത്തിന് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല, അപ്പോൾ അതിൻ്റേതൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റൈസ് ഇങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി എടുത്തിട്ട് പാത്രത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കഴിക്കാനായിട്ട്. പിന്നെ എനിക്ക് പേടിയുണ്ട് കേട്ടോ, ഇനി മക്കൾ കഴിക്കുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. ഞാൻ മീനിൻ്റെ മസാലയൊക്കെ നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഇതാ കഴിക്കാനായിട്ട് മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കുകയാണേ. ചെമ്പൂർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് സബോള, തക്കാളി, കുക്കുംബർ, പച്ചമുളക് അങ്ങനെ കരിഞ്ഞിട്ടിട്ട് കച്ചമ്പർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കട്ട തൈരാണ് കേട്ടോ മിൽമയുടെ. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കച്ചമ്പറൊക്കെ ഉണ്ടാക്കിയെടുത്തു. അതിനുശേഷം ഇതാ ബിരിയാണിയൊക്കെ കുട്ടികൾക്ക് കൊണ്ടുപോയിട്ട് മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ട് തന്നെ കേട്ടോ വെച്ച് കൊടുത്തതും. അപ്പോൾ അവരൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ പൊന്നൂസിന് മീനിൽ മുള്ളുണ്ടോ എന്നിട്ട് അവൾ ചോദിക്കുന്നത്. അവൾക്ക് മുള്ള് ഉള്ള മീനൊന്നും അവളങ്ങനെ കഴിക്കില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഏട്ടൻ മാറ്റി കൊടുത്തതിന് ശേഷം അവൾക്ക് കഴിക്കാനായിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ മക്കളൊക്കെ കഴിച്ചപ്പോൾ നല്ല അഭിപ്രായമായിട്ടാണ് പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മസാല ഉണ്ടാക്കിയത്. അപ്പോൾ റൈസ് ആയാലും നല്ല മയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അതിനുശേഷം ഇപ്പോൾ ഞങ്ങളിതാ കഴിക്കാനായിട്ടിരിക്കുകയാണ്. അല്ല അവരൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ടാണ് ഞങ്ങളിരുന്നത്. അപ്പോൾ ഇതാ റൈസും എടുത്തു, പിന്നെ മീനിൻ്റെ മസാല എടുത്തു, കച്ചമ്പറും. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ഇതാ കമൻ്റായിട്ട് ഇടുകയും വേണം കേട്ടോ. പേടിച്ചതുപോലെ ഒന്നും ഉണ്ടായില്ല. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി കേട്ടോ. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെയല്ലേ, നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ നല്ലത് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം തന്നെയാണ്. അതുപോലെ എനിക്കും നല്ലൊരു സന്തോഷമായിട്ടുള്ള ദിവസമാണ് കേട്ടോ. ഞാനത് ശരിയാവോ, ഇനി വെച്ച കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ലേ എന്നൊക്കെയുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും സൂപ്പറായിരുന്നു പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി. അപ്പോൾ അതാ ഫുഡൊക്കെ കഴിച്ചു. ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വേണ്ടി വേറെ ദിവസം വരാം. ടാറ്റാ.